സ്വപ്ന സങ്കല്പത്തിൽ പോലും സാധ്യമാകാത്ത ഒരു യാത്ര ഞാൻ ചെയ്തു എന്ന് ഈ ലോകത്തോട് മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് പറയിച്ചു. ഏതുവരെ? സമയം നിലച്ചുപോയ നിമിഷങ്ങളിൽ. ചില റിവായത്തുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പോയിട്ട് മടങ്ങിയെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത ഒളുവിൻ്റെ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നുവെന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിൻ്റെ കവാടത്തിൻ്റെ കൊളുത്തുകൾ, വാതിൽ ചാരിയിട്ടിട്ട് അടച്ചിട്ട് പോയ കവാടത്തിൻ്റെ കൊളുത്തുകളുടെ ഇളക്കം നിലച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സമയം ബാധകമാകാത്ത ഒരു യാത്രയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതൊരു ടൈം ട്രാവലിംഗ്. നാസ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ട്രാവലിംഗ്, പ്രകാശവേഗത്തിലുള്ള സഞ്ചാരം സാധ്യമാകുമോ? അക്കോർഡിംഗ് ടു നാസ, ടൈം ട്രാവൽ ഈസ് പോസിബിൾ. പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാനാകുമെങ്കിൽ ടൈം ട്രാവലിംഗ് സാധ്യമാണ് എന്നാണ് നാസയുടെ നിരീക്ഷണം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇത് സാധ്യമായ സംഗതിയാണ്. ആർക്ക് സാധിക്കുന്ന? പ്രകാശത്തിന് സാധിക്കുന്നല്ല. ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന്, ഒരു മനുഷ്യന് ടൈം ട്രാവലിംഗ് സാധ്യമാണ്. അക്കോർഡിംഗ് ടു നാസ, ടൈം ട്രാവൽ ഈസ് പോസിബിൾ, ജസ്റ്റ് നോട്ട് ഇൻ ദി വേ യു മൈറ്റ് എക്സ്പെക്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി സേസ് ടൈം ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടു ഈച്ച് ഇതർ. സമയവും ചലനവും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഐൻസ്റ്റീൻ്റെ തിയറി. അതുകൊണ്ട് ഇത് അസാധ്യം അല്ല എന്ന് ഒരു വശത്ത് ഇന്ന് നാസയുടെ ഗവേഷണം, ചർച്ച ടൈം ട്രാവലിങ്ങിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. മനുഷ്യൻ ഈ മുഹമ്മദ് മുസ്തഫ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന നാളുകൾ വരുമെന്നില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ ആ വഴികളിലൂടെ സഞ്ചരിക്കും എന്ന് അന്ന് പറയുകയോ ആ വഴിയെ കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമോ? എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ പുരോഗതിയുടെ വഴിയിൽ പ്രകാശയാത്ര അസാധ്യം അല്ല എന്ന് നമ്മോട് പറയുകയാണ്. 90% ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗത്തിൻ്റെ 90% വേഗത്തിൽ 1,67,653 മൈൽ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചാൽ, അങ്ങനെ സഞ്ചരിക്കാൻ ഏതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സഞ്ചരിച്ച വാഹനം? ഏതാണ് വാഹനം? ബുറാക്ക്, ലൈറ്റ്നിങ്. അതിൻ്റെ പേര് ബുറാക്ക് എന്നാണ്. ബുറാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇടിമിന്നൽ എന്നാണ്. ബർക്കിൽ നിന്നാണ്. അതിൻ്റെ പേരെന്താ? ലൈറ്റ്നിങ് എന്നാണ്. അതിൻ്റെ പേര് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇടിമിന്നൽ, ലൈറ്റ്നിങ്. പ്രകാശം കൊണ്ടുള്ള ഒരു വാഹനമാണ്. പ്രകാശമാണ് ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ വസ്തു എന്ന് ലോകം അംഗീകരിച്ചൊരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എത്തി നിൽക്കുന്ന സമയം വളരെ സവിശേഷമായ ഒരു സമയമാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആമുഖമാസമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത് എന്ന് ഇതിനകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. റജബ് മുതൽ തുടങ്ങുകയും റമദാനിലൂടെ നീളുകയും ഷഅബാനിലൂടെ നീണ്ടുപോവുകയും റമദാനിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന വളരെ സവിശേഷവും വളരെ വിശിഷ്ടവുമായ ചില നാളുകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിന്, ഈ മാസത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്, അല്ലെങ്കിൽ ഈ മാസം പ്രധാനമായത് എന്തുകൊണ്ടാണ് എന്നത് ഈ സന്ദർഭത്തിൽ വളരെ ചിന്തനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തെ സവിശേഷമാക്കിയിരിക്കുന്നതിന് അതിൻ്റേതായ ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹത്വമുള്ളതായത് പരിശുദ്ധമായ ഖുർആൻ ആ മാസത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്നുള്ളത് അള്ളാഹു ആ മാസത്തിൽ അവൻ്റെ പരിശുദ്ധ വചനമായ ഖുർആനിനെ അവതരിപ്പിച്ചു, അങ്ങനെയുള്ള മാസമാണ്. അതുകൊണ്ടാണ് ആ മാസത്തിൽ നമ്മളോട് നോമ്പ് വെക്കാൻ അനുശാസിക്കപ്പെട്ടത്. നമ്മുടെ കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് നന്മകളും കൈവരിക്കാനുണ്ട് എന്ന് നമ്മോട് പറയപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ റമദാൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് മഹത്വമാർന്നതായി എങ്കിൽ പരിശുദ്ധമായ റജബ് മാസത്തിന് മഹത്വം നൽകുന്ന അത്തരത്തിൽ എന്തെങ്കിലും സവിശേഷമായ ഒരു സംഗതിയെ
പരിശുദ്ധമായ ഖുർആനോ ഹദീസോ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി മുസ്ലിം ലോകം എക്കാലത്തെയും അവരുടെ ആവേശമായി, ഒരു വേള അവരുടെ രോമാഞ്ചമായി, അവരുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു അഭിനിവേശമായി ഇസ്ലാമിക ലോകം കൊണ്ടു നടന്ന ഒരു മഹാസംഭവത്തിന് പരിശുദ്ധമായി ഈ മാസം സാക്ഷിയായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനാവും. അതെന്താണ് ആ സംഭവം? അത് മറ്റൊന്നുമല്ല, അത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മണ്ണിൽ ജനിച്ച് മണ്ണിൽ ചവിട്ടി നടന്ന് മനുഷ്യരെ പോലെ അന്നം കഴിച്ച് വെള്ളം കുടിച്ച് ഈ ലോകത്ത് മനുഷ്യ സമാനമായ ജീവിതം കഴിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു കേവല മനുഷ്യൻ്റെ നിലവാരത്തിന് എത്രയോ അകലെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥാനവും അവിടുത്തെ വ്യക്തിത്വവും എന്ന് ഈ ലോകത്തെ പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾക്ക് പരിശുദ്ധമായ ഈ റജബ് മാസമാണ് സാക്ഷിയായത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു, റമദാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് മഹത്വം വന്നു. ഓരോ സമയത്തും എന്ത് സംഭവിക്കുന്നു എന്നത് ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് ദീനിൽ. ഒരു സമയത്ത് ഒരു സ്ഥലത്തിന് പ്രാധാന്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? മസ്ജിദിനെങ്ങനെയാണ് പ്രാധാന്യമുണ്ടായത്? മസ്ജിദ് പള്ളിയാണ്. എന്താണതിന് കാരണം? അവിടെ നടക്കുന്നത് സുജൂദാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വിശിഷ്ടമായ സംഗതികൾ, നമ്മുടെ ജീവിതത്തിൽ ഗുണം തരേണ്ട സംഗതികൾ, നമ്മുടെ ഭാവിയെ സ്വാധീനിക്കേണ്ടുന്ന സംഗതികൾ പള്ളിയിൽ നടക്കണമെന്ന് പറഞ്ഞു. നിക്കാഹിനെക്കുറിച്ച് പറഞ്ഞു, അഅ്ലിനു ഹാദൻ നിക്കാഹ് വജ്അലൂഹു ഫിൽ മസാജിദ്. നിങ്ങളുടെ വിവാഹത്തെ ആളറിഞ്ഞ് നടത്തണം, ഒളിച്ചുള്ള കച്ചവടമാകരുതത്. ആളറിഞ്ഞ് വിവാഹം നടത്തണം. വജ്അലൂഹു ഫിൽ മസാജിദ്, അത് നിങ്ങൾ പള്ളിയിൽ നടത്തണം. മുഹമ്മദ് മുസ്തഫ, അത് നിങ്ങൾ പള്ളിയിൽ നടത്തണം. പള്ളി എന്നർത്ഥം പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലാവില്ല. ലോകത്തെവിടെയും മുസ്ലിമീങ്ങൾ പള്ളിയെ പറയുന്നത് മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്നാണ് പറയുക. നമ്മളാണ് ഈ പള്ളി പറച്ചിൽ തുടങ്ങിയത്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? സുജൂദ് ചെയ്യുന്ന സ്ഥലത്താകണം നിൻ്റെ നിക്കാഹ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നിക്കാഹ് എന്ന മഹൽ കർമ്മം, നമ്മുടെ ദമ്പതികളുടെ, നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെ ശോഭനമാക്കി തീർക്കേണ്ടുന്ന അതിമഹത്തായ ആ വിശിഷ്ട കർമ്മം എവിടെ നടക്കണം? സുജൂദ് നടക്കുന്ന സ്ഥലത്താകണമെന്ന്. കാബറ നടക്കുന്ന സ്ഥലത്താകരുതെന്ന് നമ്മൾ തിരിച്ചാക്കിയത്. നമ്മൾ എന്ത് നടക്കുന്നു എന്നത് ഒരു സ്ഥലത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു എന്നും, എവിടെയാണ് ഒരു കാര്യം നടക്കുന്നത് എന്നത് അള്ളാഹുവിന് പ്രധാനമാണ് എന്നും ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുക. എന്ത് നടക്കുന്ന സ്ഥലത്താണ് ഒരു നല്ല കാര്യം നടന്നത് എന്നത് ആ ജീവിതത്തിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കും എന്ന് സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഒരു സ്ഥലം, ഒരു സമയം, അത് പ്രാധാന്യമുള്ളതാകുന്നത് ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, ആ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെയൊന്നുമല്ല. എന്തൊക്കെ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യം അതിനുണ്ട്. നാം പറഞ്ഞു, റബീഉൽ അവ്വലിനൊരു പ്രാധാന്യമുണ്ട്, തിങ്കളാഴ്ച ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം എന്താ? ഫീഹി വുലിത്തു, ഞാൻ അതിൽ ജനിച്ചു. മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിൻ്റെ റസൂൽ തിങ്കളാഴ്ച ജനിച്ചു, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് വെക്കുക, അതിൽ പ്രാധാന്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നല്ല കാര്യങ്ങൾ, അതിവിശിഷ്ടമായ കാര്യങ്ങൾ, അത് എവിടെ നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏത് സമയത്ത് നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മഹത്വം വരുന്നു. ഈ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷിയായ ഒരു മാസം എന്ന നിലയിൽ ഈ റജബിന് മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. അള്ളാഹു നൽകിയ പ്രാധാന്യമാണത്. ആ പ്രാധാന്യത്തെ നമ്മൾ അവഗണിക്കരുത്. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 27ാമത്തെ രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ മഹാസംഭവം ഇസ്രാഉം മിഅ്റാജും ലോക ചരിത്രത്തെ, ലോക മാനവ ബുദ്ധിയെ
ഇന്നും അമ്പരപ്പിക്കുകയും തർക്കവിതർക്കങ്ങളിൽ മനുഷ്യർ എന്നും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്രാ എന്ന സംഭവം മിഅ്റാജ് എന്ന സംഭവം ഉണ്ടായത് ഉണ്ട്. ഇസ്രാവും മിഅ്റാജും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതല്ല, നമ്മുടെ ബുദ്ധിക്കും എത്രയോ അകലെയാണ്. പക്ഷേ ആ മഹാസംഭവത്തിന് അള്ളാഹു കണ്ടെത്തിയ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളതെന്നത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും എന്ന കാര്യം ഓർത്തിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ എന്നൊരു പേരുള്ള ഒരു സൂറ തന്നെയുണ്ട്. അള്ളാഹു അതിൽ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ, അള്ളാഹു എത്ര പരിശുദ്ധനാണെന്നറിയുമോ? അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്. സുബ്ഹാനല്ലാ എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന പദമാണ്. സുബ്ഹാനല്ലദീ അസ്റാ, അള്ളാഹു എത്ര മഹത്വമുള്ളവനാണെന്നറിയുമോ? അസ്റാ, അവൻ സഞ്ചരിപ്പിച്ചു, ബിഅബ്ദിഹി, തൻ്റെ ദാസനെ, മിനൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധ മക്കയിലെ ഹിജാസിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സാ, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദിസിലേക്ക്, ഫലസ്തീനിലെ ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അല്ലാഹു തആല ലൈലൻ, രാത്രിയുടെ ഒരല്പഭാഗത്തെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിപ്പിച്ചു. ഒരു രാത്രി കൊണ്ടെന്നല്ല, ഫീ ലൈലിൻ എന്നല്ല, രാത്രിയിലെന്നല്ല, ലൈലൻ, രാത്രിയുടെ ഒരല്പാംശത്തിൽ അല്ലാഹു തആല സഞ്ചരിപ്പിച്ചു. എന്തിനാ? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ നബിയെ കാട്ടിക്കൊടുക്കാൻ. ആ നബിക്ക് നമ്മളുടെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുത്ത് ആ നബിയുടെ മനസ്സിന് വിശ്വാസദാർഢ്യത കൈവരുത്താൻ നാം ആ നബിയെയും കൊണ്ടുപോയി. ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ അല്ലാഹു എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന അതിശക്തനാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്രാഇൻ്റെ രാപ്രയാണത്തിൻ്റെയും മിഅ്റാജിൻ്റെ ആകാശ ആരോഹണത്തിൻ്റെയും തെളിവായി പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം നൽകുന്ന ആയത്താണ്, സൂക്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ നമുക്ക് ആർക്കും നിഷേധിക്കാനാവില്ല. ഈ മഹാസംഭവം നടന്നത് റജബിലാണ്. അത് റജബിൻ്റെ 27 രാവിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൻ്റെ 27 ഒരു രാവിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അവതരണത്തെ നീട്ടിവെച്ച അള്ളാഹു റജബിൻ്റെ 27 അതുപോലുള്ള ഒരു മഹാത്ഭുതത്തിന് ലോകത്തെ വേദിയാക്കി, പ്രപഞ്ചത്തെ വേദിയാക്കി. ആ മഹാസംഭവം ഇവിടെ അരങ്ങേറി. ഈ സംഭവത്തെ ഇസ്ലാമിക ലോകം വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാപ്രയാണവും ആകാശ ആരോഹണവും അത് വളരെ വിശദമായി ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹം അനസ് ബിൻ മാലിക്കിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹം മാലിക് ബിൻ സഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസഹും അൻ ലൈലത്തിൻ ഉസ്രിയ ബി. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയും കൊണ്ട് അള്ളാഹു രാപ്രയാണം നടത്തിയ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. വിശദമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കേൾപ്പിച്ചു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ ആകാശ സീമകളിലേക്ക്, അനന്തകോടി കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് സ്വന്തം ശരീരവും പേറി ഒരു മാസ് ബോഡി എങ്ങനെയാണ് യാത്ര ചെയ്യുക? അതൊന്നും സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് ഇസ്രാ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളാണെന്ന് പറയുന്നവർ പോലും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലാണ് വിശ്വാസമില്ലാത്തത്. കാരണം ഇത് നബി യാത്ര ചെയ്തു എന്നല്ല പറഞ്ഞത്. ഒരിടത്തും അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ ഇസ്രാ ചെയ്തു, ഞാൻ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു എന്ന് പറയണമെങ്കിൽ സറയിത്തു, ഞാൻ യാത്ര ചെയ്തു എന്ന് പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ യാത്ര പോയി എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ വായിച്ച ഹദീസിൽ നിങ്ങൾക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹദ്ദസഹും, അവരോട് പറഞ്ഞു കൊടുത്തു, അൻ ലൈലത്തിൻ ഉസ്രിയ ബി, അവിടത്തെയും കൊണ്ട് അള്ളാഹു യാത്ര ചെയ്യിച്ച രാത്രിയെക്കുറിച്ച്. അള്ളാഹു ആണ് യാത്ര ചെയ്യിച്ചത്. ആയത്തിൽ അള്ളാഹു പറഞ്ഞ എന്താ? സുബ്ഹാനല്ലദീ അസ്റാ, അള്ളാഹു യാത്ര ചെയ്യിച്ചു തൻ്റെ ആബിദിനെയും കൊണ്ട്.
അള്ളാഹുവിൻ്റെ ദാസൻ നബി പോയി യാത്ര ചെയ്തു എന്നല്ല പറഞ്ഞത്, അള്ളാഹു യാത്ര ചെയ്യിച്ചു. ഇസ്രായേലിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നിടത്തെല്ലാം അവിടെ നിന്ന് പറയുന്നത് ഞാൻ യാത്ര ചെയ്തു എന്നല്ല. എന്നാൽ വേറെ ചിലർ അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാഇം മിനൽ ളുലമി ദാജിം മിനൽ ളുലമി. ഇമാം ബൂസരി വെറുതെ പറഞ്ഞത് സറൈത്ത നബിയെ അങ്ങ് സഞ്ചരിച്ചു എന്നാ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ഇവിടെ ഞാൻ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അള്ള എന്നെ സഞ്ചരിപ്പിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞത് അസ്റ, അള്ളാഹു തൻ്റെ ദാസനെ സഞ്ചരിപ്പിച്ചു എന്നാണ്. നബിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, പക്ഷെ അള്ളാഹു സഞ്ചരിപ്പിക്കാൻ കഴിയില്ലേ? ഇതാണ് ഇവിടുത്തെ ഉത്തരം. അള്ളാഹു സഞ്ചരിപ്പിച്ചാൽ സാധ്യമല്ലേ? അള്ളാഹുവിന് ആകാശസീമകളുടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും സംവിധാനിച്ച അള്ളാഹുവിന് ആ വ്യവസ്ഥകൾ തൻ്റെ ഒരു ദാസന് വേണ്ടി മാറ്റം വരുത്തുക സാധ്യമല്ലെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എല്ലാ വിശ്വാസത്തിലും സംശയമുള്ളവരാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയെ അതിൻ്റെ പ്രകൃതിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിമിനെ രക്ഷിച്ച അള്ളാഹുവിന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെങ്കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങി മരിക്കേണ്ടിയിരുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൈന്യത്തെ അവിടെ രക്ഷിച്ച അള്ളാഹുവിന് വെള്ളത്തിൻ്റെ പ്രകൃതത്തെ മാറ്റിയ പടച്ച തമ്പുരാന്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആനിലുള്ളതല്ലേ? ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു യാത്ര ചെയ്യിച്ചു തൻ്റെ ദാസനെയും കൊണ്ടെന്ന് പറഞ്ഞ ഇസ്രായിൻ്റെ യാത്രയെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മഹത്തായ യാത്ര ചെയ്തു. ആ യാത്രയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഹത്തീമിലായിരിക്കുമ്പോൾ, പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ പശ്ചാത്തലത്തിൽ ഹത്തീമിൽ കഴിയുമ്പോൾ, മറ്റൊരിടത്ത് പറയുന്നത് ഹിജ്റ ഇസ്മായിലിൽ, രണ്ടും ഒരേ സ്ഥലം തന്നെയാണ്. അങ്ങനെ അത്താനി ആത്തിൻ, എൻ്റെ അടുക്കൽ ഒരാൾ വന്നു. ആ വന്നയാൾ ആരാണ്? പിന്നീട് ഹദീത്തിൻ്റെ തുടർച്ചയിൽ വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ഫഷക്ക മാ ബൈന ഹാദിഹി ഇലാ ഹാദിഹി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെഞ്ചി കീറി. എന്നിട്ട് ഫസ്തഖ്റജ ഖൽബി, എൻ്റെ ഹൃദയം അദ്ദേഹം പുറത്തെടുത്തു. സുമ്മ അത്തിയത്ത് ബിതസ്തിം മിൻ ദഹബിൻ മംലൂഅ് ഈമാനൻ, ഈമാൻ നിറയ്ക്കപ്പെട്ട സ്വർണത്താലുള്ള ഒരു തളികയുമായി വന്നു. ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്ന സംഗതികളല്ല. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട അത്ഭുത യാഥാർത്ഥ്യങ്ങളാണ്. താൻ ഒരു നബിയാണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിന് പോലും അവിശ്വസനീയമായി തോന്നുന്ന ഒരു യാഥാർത്ഥ്യത്തെ പച്ചയായി പറയാൻ കാണിച്ച ആ ധൈര്യത്തെ നാം ആധുനിക ലോകത്ത് സ്തുതിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, തൻ്റെ ഹൃദയമെടുത്തു. സംസം വെള്ളം കൊണ്ട് കഴുകി. എന്നിട്ട് ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടു എൻ്റെ മുമ്പിൽ. യുഖാലു ലഹുൽ ബുറാഖ്, അതിൻ്റെ പേര് ബുറാഖ് എന്നാണ്. ബുറാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടിമിന്നൽ എന്നാണ്, ബർക്കിൽ നിന്നാണ്. അതിൻ്റെ പേരെന്താ? ലൈറ്റനിങ് എന്നാണ്. അതിൻ്റെ പേര് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇടിമിന്നൽ, ലൈറ്റനിങ്, പ്രകാശം കൊണ്ടുള്ള ഒരു വാഹനമാണ്. പ്രകാശമാണ് ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ വസ്തു എന്ന് ലോകം അംഗീകരിച്ചൊരു സംഗതിയാണ്. അങ്ങനെ ഇന്ദ അഖ്സാ തർഫിഹി, കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്ന വാഹനമായിരുന്നു അത്. എവിടെയാണോ കണ്ണെത്തുന്നത് അവിടെയാണ് അതിൻ്റെ കാലെത്തുന്നത്. അംവിധം അതിവേഗം പായുന്ന വാഹനവുമായി വന്നു. അങ്ങനെ ജിബ്രീലു, എന്നെയും കൊണ്ട് ജിബ്രീൽ സഞ്ചരിച്ചു. ഹത്താ ഉത്തിയ അദ്ദുനിയാ, ആകാശത്തിൻ്റെ വാതിൽക്കൽ ചെന്നു മുട്ടി. ഒന്നാം ആകാശത്തിൻ്റെ വാതിൽക്കലെത്തി. ഖീല, ആ വാതിൽക്കൽ പോയി. ഫസ്തഫ്തഹ, ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഖീല വമൻ മഅക, ആരാണ്? വമൻ മഅക, ആരാണ് നിങ്ങളോടൊപ്പം എന്ന് ചോദിക്കുകയാ. ജിബ്രീലിന് പ്രവേശനമുള്ള മേഖലയാണ്, പക്ഷെ കൂടെ ആരാണ്? അള്ളാഹുവിൻ്റെ ആകാശ സീമകൾ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമാണ്. അവിടേക്ക് സ്ഥിരം പ്രവേശനമുള്ള മലക്കുകളല്ലാത്ത പുറം ലോകത്തു നിന്നൊരു വ്യക്തി ആ ലോകത്തേക്ക് കയറി വരണമെങ്കിൽ ആ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായേ സാധ്യമാവുകയുള്ളൂ എന്ന് വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയുള്ള ഒരു ലോകമാണ് ആകാശ മേഖലകളെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്ലൈറ്റിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു.
നമ്മുടെ ID എല്ലാം കൊടുത്തു. എല്ലാവർക്കും അറിയാം, എയർപോർട്ടിലുള്ളവർക്ക് അത് കാണുമ്പോൾ അറിയാം. പക്ഷെ കൃത്യമായി ചില മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് എയർപോർട്ടിൻ്റെ ലോഞ്ചിലേക്ക് കടന്നു ചെല്ലാൻ ഇവിടെ നമുക്ക് കഴിയുകയില്ലെന്നതുപോലെ അള്ളാഹുവിൻ്റെ ആകാശ സീമകൾ വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കുന്ന ആകാശത്തിലേക്ക് ഭൂമിയിൽ നിന്നൊരു മനുഷ്യന് കടന്നു ചെല്ലണമെങ്കിൽ അതിനുമുണ്ട് ചില ചിട്ടകൾ, അതിനുമുണ്ട് ചില വ്യവസ്ഥകൾ, അതിനുമുണ്ട് ചില നിയമ സംവിധാനങ്ങൾ എന്നിവിടെ പഠിപ്പിക്കുകയാണ്. കാല പറഞ്ഞു മുഹമ്മദാണ് എന്നോടൊപ്പം ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഖീല വഖദു ഉർസില ഇലൈഹി, താങ്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളയച്ചതാണോ? ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ആകാശത്തിൻ്റെ പാറാവുമാർ, ആകാശം എത്ര ഭദ്രമാണ്, ആകാശത്തിൻ്റെ സംവിധാനങ്ങൾ എത്ര വളരെ അച്ചടക്കപൂർണമാണ് എന്നുകൂടി ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിൻ്റെ ഓരോ വരികളും വായിച്ചെടുത്താൽ നമുക്കത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ആകാശസീമകളിൽ നിങ്ങൾക്കൊരു വിടവും കാണാൻ കഴിയില്ല, അതിൻ്റെ നിയമവ്യവസ്ഥയിൽ ഒരു താളപ്പിഴയും കാണാനാവുകയില്ല. നിങ്ങൾ ഒരു വട്ടമല്ല, നിങ്ങൾ ആകാശത്തേക്ക് പലവട്ടം കണ്ണുകൾ ഉയർത്തി, കണ്ണുകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കുക, വീണ്ടും വീണ്ടും നോക്കുക. എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു ഇടർച്ച, എന്തെങ്കിലും ഒരു താളം തെറ്റൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ആകാശങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബുമായി കയറി ചെന്നപ്പോൾ പോലും അവിടെ അനുവാദം വേണ്ടി വന്നു, വളരെ കൃത്യമായ നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വന്നു. ഖാല നഅം ഖീല മർഹബൻ ബി, മുഹമ്മദിന് വേണ്ടി താങ്കളെ അയച്ചതാണെങ്കിൽ മുഹമ്മദിന് സ്വാഗതം എന്നവിടെ പറയപ്പെട്ടു. ഫനിഅമൽ മജീഉ, അങ്ങനെ കടന്നുപോയ വഴികളെക്കുറിച്ചെല്ലാം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ഫൈദൻ, ആ ഒന്നാം ആകാശത്തേക്ക് ഞാൻ കടന്നെത്തിയപ്പോൾ ഫൈദൻ ഫിഹ ആദം, അവിടെയുണ്ട് ആദം നബി അലൈഹിസ്സലാം. ഈ ലോകത്ത് ജീവിച്ച് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയ മനുഷ്യാത്മാക്കൾ ആകാശ സീമകളിൽ അവർ ജീവിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാമുണ്ട്. ഹാദാ അബൂക്ക, ആദം എന്നോട് പറഞ്ഞു, ഇത് താങ്കളുടെ പിതാവ് ആദമാ. ഫസല്ലം അലൈ, അദ്ദേഹത്തിന് സലാം പറയുക. ഫസല്ലംതു അലൈ, ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ സലാം, ആദം അലൈഹിസ്സലാം സലാം മടക്കി. സുമ്മ ഖാല മർഹബൻ ബിബ്നി സാലിഹ് വൻ നബിയ്യു സാലിഹ്, നല്ലവനായ പുത്രന്, നല്ലവനായ പ്രവാചകന് എല്ലാ സ്വാഗതവും എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം സ്വീകരിച്ചു. വീണ്ടും ഹദീസ് തുടരുകയാണ്, ദീർഘമായ ഹദീസാണ്. പിന്നെയും എന്നെയും കൊണ്ട് രണ്ടാം ആകാശത്തേക്ക് യാത്ര പോയി. ഫസ്തുഫ്തിഹ, അവിടെയും അനുവാദം ചോദിച്ചു. രണ്ടാം ആകാശത്ത്, ഒന്നാം ആകാശത്ത് സാങ്ഷൻ ഉള്ളതാ, പെർമിഷൻ ഉള്ളതാ, അതുകൊണ്ട് രണ്ടാം ആകാശത്തേക്ക് വെറുതെ കയറിക്കളയാം, അവിടെ അനുവാദമില്ല. അപ്പോഴും അനുവാദം ചോദിച്ചു. വഖദ് ഉർസില ഇലൈ ഖാല നഅം, താങ്കളെ കൂട്ടിക്കൊണ്ടുവരാൻ അയച്ചതാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെയും വെൽക്കം ചെയ്യപ്പെട്ടു. ഖീല മർഹബല്ല ഫഫുത്തിഹ, ആകാശം തുറക്കപ്പെട്ടു. ഫലമ്മ ഖല്ലസ്തു ഇദൻ യഹ്യ വ ഈസ, അവിടെ ചെന്നപ്പോൾ വഹുമ ഇബ്ന ഖാലത്തിൻ, അവിടെ യഹ്യ നബിയുമുണ്ട്, അവിടെ ഈസ നബിയുമുണ്ട്. അവർ രണ്ടുപേരും കസിൻ ബ്രദേഴ്സാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഹാദാ യഹ്യ വ ഹാദാ ഈസ, അവർ രണ്ടുപേരോടും സലാം പറയുക എന്ന് ജിബ്രീൽ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. അങ്ങനെ മൂന്നാം ആകാശത്ത് പോയി. ഇതേ ചോദ്യം ഉയർന്നു, ഇതേ ഉത്തരമുണ്ടായി. അങ്ങനെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അവിടെയെല്ലാം വ്യത്യസ്ത പ്രവാചകന്മാരെ കണ്ടു. ഇദ്രീസിനെ കണ്ടു അലൈഹിസ്സലാം, യൂസുഫ് നബിയെ കണ്ടു അലൈഹിസ്സലാം, അങ്ങനെ പലരെയും കണ്ടു. മൂസ നബിയെ കണ്ടു. നമുക്ക് കാണാം, ഇങ്ങനെ ഒരു മഹായാത്ര ഈ ലോകത്ത് സംഭവിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് സവിസ്തരമായി ആ യാത്രയെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു യാത്രയെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തി. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ സർവ്വ വിശദാംശങ്ങളോടും കൂടി അള്ളാഹു അവൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയുമോ? മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യൻ മണ്ണിൽ ഒതുങ്ങാനുള്ളവനല്ലെന്നും അവൻ്റെ ജീവിതം കടന്നു പോകേണ്ടത് വിണ്ണിൻ്റെ തീരങ്ങളിലേക്കാണ് എന്നും അവിടേക്ക് എത്തിച്ചേരാനുള്ള പാകത ഈ ലോകത്ത് ആർജിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നമ്മെ അയച്ചിട്ടുള്ളതുമെന്നുള്ളതാണ്. ഞാൻ വളരെ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു സംഗതിയുണ്ട്. മനുഷ്യൻ്റെ ശരീരം മാത്രമാണ് വിണ്ണിൽ ഒതുങ്ങുന്നത്. മണ്ണിൽ ജനിച്ചത്, അത് മണ്ണിൽ ഒടുങ്ങുന്നതാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ആത്മാവെന്ന മനസ്സെന്ന് പറയുന്ന അത്ഭുതം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല. അത് ആകാശം താണ്ടി പറക്കുന്നതാണ്.
അത് വാഷിങ്ടണിലും ലോസ് ഏഞ്ചലസിലും പാരീസിലും ലണ്ടനിലും ഷാർജയിലും റാസൽ ഖൈമയിലും ഇപ്പോൾ ഈ നിമിഷത്തിൽ പറന്നു നടക്കുന്നതാണ്. ഈ മണ്ണിൻ്റെ മനുഷ്യൻ മണ്ണിലൊതുങ്ങുന്നവനല്ല, അവൻ വിണ്ണിൻ്റെ താരമാണ്. നാളെ അവിടേക്കാണ് അവന് പറന്നുയരേണ്ടത്. അവിടേക്കാണ് നിങ്ങളുടെ നേതാവിനെ ഞാൻ കൈപിടിച്ചാനയിച്ചത്. അവിടങ്ങളിലെ അത്ഭുതങ്ങൾ എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവിടെ നേരമില്ല. ആ അത്ഭുതങ്ങളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണമെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു 14 നൂറ്റാണ്ട് മുമ്പ്. സ്വപ്ന സങ്കല്പത്തിൽ പോലും സാധ്യമാകാത്ത ഒരു യാത്ര ഞാൻ ചെയ്തുവെന്ന് ഈ ലോകത്തോട് മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് പറയിച്ചു. ഏതുവരെ? സമയം നിലച്ചുപോയ നിമിഷങ്ങളിൽ. ചില റിവായത്തുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പോയിട്ട് മടങ്ങിയെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത ഒളുവിൻ്റെ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നുവെന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിൻ്റെ കവാടത്തിൻ്റെ കൊളുത്തുകൾ, വാതിൽ ചാരിയിട്ടിട്ട് അടച്ചിട്ട് പോയ കവാടത്തിൻ്റെ കൊളുത്തുകളുടെ ഇളക്കം നിലച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സമയം ബാധകമാകാത്ത ഒരു യാത്രയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഒരു ടൈം ട്രാവലിംഗ്. 14 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ ഒരു യാത്ര മാനവരാശി സങ്കല്പിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച ഇന്ന് ടൈം ട്രാവലിംഗ് ആണ്. നാസ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ട്രാവലിംഗ്, പ്രകാശവേഗത്തിലുള്ള സഞ്ചാരം സാധ്യമാകുമോ? അക്കോർഡിംഗ് ടു നാസ, ടൈം ട്രാവൽ ഈസ് പോസിബിൾ. പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാനാകുമെങ്കിൽ ടൈം ട്രാവലിംഗ് സാധ്യമാണ് എന്നാണ് നാസയുടെ നിരീക്ഷണം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇത് സാധ്യമായ സംഗതിയാണ്. ആർക്ക് സാധിക്കുന്ന? പ്രകാശത്തിന് സാധിക്കുന്നല്ല. ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന്, ഒരു മനുഷ്യന് ടൈം ട്രാവലിംഗ് സാധ്യമാണ്. അക്കോർഡിംഗ് ടു നാസ, ടൈം ട്രാവൽ ഈസ് പോസിബിൾ, ജസ്റ്റ് നോട്ട് ഇൻ ദി വേ യു മൈറ്റ് എക്സ്പെക്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി സേസ് ടൈം ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടു ഈച്ച് ഇതർ. സമയവും ചലനവും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഐൻസ്റ്റീൻ്റെ തിയറി. അതുകൊണ്ട് ഇത് അസാധ്യം അല്ല എന്ന് ഒരു വശത്ത് ഇന്ന് നാസയുടെ ഗവേഷണം, ചർച്ച ടൈം ട്രാവലിങ്ങിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. മനുഷ്യൻ ഈ മുഹമ്മദ് മുസ്തഫ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന നാളുകൾ വരുമെന്നില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ ആ വഴികളിലൂടെ സഞ്ചരിക്കും എന്ന് അന്ന് പറയുകയോ ആ വഴിയെ കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമോ? എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ പുരോഗതിയുടെ വഴിയിൽ പ്രകാശയാത്ര അസാധ്യം അല്ല എന്ന് നമ്മോട് പറയുകയാണ്. ഇഫ് യു റിയലി വാണ്ട് ടു ടൈം ട്രാവൽ ഇൻ എ സിഗ്നിഫിക്കൻ്റ് വേ യു ഹാവ് ടു ഗെറ്റ് മച്ച് ഫാസ്റ്റർ. അല്പം വേഗത്തിൽ പോകേണ്ടി വരുമെന്നേ ഉള്ളൂ. എ ക്രാഫ്റ്റ് ട്രാവലിംഗ് ഫോർ 10 years, ഒരു ആകാശവാഹനം 10 ദിവസം യാത്ര ചെയ്താൽ അക്കോർഡിംഗ് ടു ദെയർ ഓൺ ക്ലോക്ക്, അവരുടെ സമയഘടികാരം ഉപയോഗിച്ചുകൊണ്ട് വുഡ് അറൈവ് ബാക്ക് ഓൺ എർത്ത് ടു ഡിസ്കവർ ദാറ്റ് നിയർലി 23 years ഹാഡ് പാസ്ഡ്. 23 കൊല്ലം മുമ്പ് അവൻ ഭൂമിയിൽ തിരിച്ചെത്തും. ആരായി പറഞ്ഞേ? അവൻ സഞ്ചരിച്ചതിന് 23 കൊല്ലം മുമ്പ് തിരിച്ചെത്താൻ കഴിയുമെന്ന് നാസയുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഈ അത്ഭുത യാഥാർത്ഥ്യങ്ങളെപ്പോലും തിരിച്ചറിയാതെ സയൻസിൻ്റെ ഇത്തിരി പള്ളിക്കൂടത്തിൽ പോയി, ഒരല്പം ഇംഗ്ലീഷ് പഠിച്ചു പോയി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഒരാകാശവാഹനത്തിന് ഈ വിധത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ 90% ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗത്തിൻ്റെ 90% വേഗത്തിൽ 1,67,653 മൈൽ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചാൽ, അങ്ങനെ സഞ്ചരിക്കാൻ ഏതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സഞ്ചരിച്ച വാഹനം? ഏതാണ് വാഹനം? ബുറാക്ക്, ലൈറ്റ്നിങ്. പ്രകാശവേഗത്തിൽ. ഏത് പ്രകാശം എന്നുള്ളതൊക്കെ വേറെ സങ്കല്പം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാണ്. കണ്ടു പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്ത് കണ്ണിൻ്റെ മുമ്പിൽ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകം ചിന്തിക്കുകയും ടൈം ട്രാവലിംഗ് അസാധ്യമല്ല എന്ന് നാസ പറഞ്ഞതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അല്പം മുമ്പ് വായിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, what does this means for time traveler? Well, according to this theory, the faster you travel, the slower you experience time. എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ സമയം നിങ്ങൾക്ക് നീങ്ങാത്തതായി തോന്നുമെന്ന്. നമ്മുടെ വേഗം കൂടുന്തോറും സമയം ചുരുങ്ങിപ്പോകും, സമയം നിലച്ചു പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത യാത്രയെക്കുറിച്ച് പോയി തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ആ വീടിൻ്റെ കവാടത്തിൻ്റെ വട്ടക്കണ്ണികളുടെ ഇളക്കം നിലച്ചിട്ടുണ്ടായിരുന്നില്ല, സമയം അവിടെ നിലച്ചു പോയിരുന്നു എന്ന് പറഞ്ഞാൽ
പ്രകാശവേഗത്തെ അതിജയിക്കുന്ന ഒരു വാഹനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒബ്ജക്റ്റ്, ആ ശരീരം തന്നെയാണ് സഞ്ചരിച്ചത് എന്ന് വിശ്വസിക്കാൻ ഈ ശാസ്ത്ര ലോകത്ത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യാത്രയെ നമ്മൾ നിരാകരിക്കുന്നുവെങ്കിൽ നമ്മളൊന്നും എങ്ങും എത്താൻ പോണില്ല. മണ്ണിൻ്റെ മകനായ മനുഷ്യനെ വിണ്ണിൻ്റെ ഉടമയാക്കി മാറ്റാൻ വേണ്ടി അള്ളാഹു ആവിഷ്കരിച്ച പരിശുദ്ധ ഇസ്ലാമിൻ്റെ പദ്ധതിയെ, അതിന് സഹായകമായ ഒരാത്മാവിനെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതിവിടെ ഒതുങ്ങുന്നില്ല, ഉയർന്നു പറക്കുകയാണ്. ആകാശ ചെരിവുകളിലൂടെ പറന്ന് നടക്കുന്ന ആത്മാവിനെ പരിശുദ്ധമാക്കാനുള്ള ആകാശ പദ്ധതികൾ അത് നമ്മളോട് പറഞ്ഞു തരികയാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ അവിടേക്ക് ഉയർന്നു പറക്കാൻ, ഈ ശരീരത്തെ ഈ ആത്മാവിൻ്റെ ലാഘവത്തിലൊപ്പിച്ച് ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നീ നമസ്കാരം കൊണ്ട്, നിന്റെ നോമ്പ് കൊണ്ട് നിനക്ക് സാധിക്കും. നിന്റെ ആത്മാവ് പരിശുദ്ധി കൊണ്ട് പൂരിതമാകുന്ന സമയങ്ങളിൽ നിനക്ക് ആത്മാവിൻ്റെ ആ വേഗത്തിനൊത്ത് നിന്റെ ശരീരത്തിന് നാളെ പറക്കാനാകുമെന്ന വെറും ആത്മയാത്രയല്ല, ആ ആത്മാവിനോടൊപ്പം നാളെ അള്ളാഹു ബോഡിയെയും കൊടുക്കും. ഒരു ടൈം ട്രാവലിംഗ് ആണ്. പരിശുദ്ധ ആഖിറത്തിലേക്കുള്ള നമ്മുടെ യാത്രകളെക്കുറിച്ചുള്ള ഖുർആനും ഹദീസും മുഴുവൻ നമ്മളോട് പറയുന്നത് ടൈം ട്രാവലിംഗ് ആണ്. മഹ്ശറയിലേക്ക് നമ്മൾ പോകുന്നത് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു ടൈം ട്രാവലിംഗ് ആണ്. യുഗാന്തരങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രകാശയാത്ര നമ്മൾ ചെയ്യുമെന്ന്. അവിടെ ചിലരുടെ യാത്ര ഇടിമിന്നൽ വേഗത്തിലായിരിക്കും, ചിലർ വേഗം കുതിരപ്പുറത്തെന്ന പോലെയാകും. അവരുടെ വേഗത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ടാകുമെന്ന്. അവരുടെ സാന്ദ്രതയ്ക്കൊത്ത്, ആത്മാവിൻ്റെ പാകതയ്ക്കൊത്ത് അവരുടെ ആത്മാവ് വിണ്ണുമായി എത്ര കണ്ട് വിണ്ണിൻ്റെ കർമ്മങ്ങളുമായി അവരുടെ ആത്മാവിനെ വിളക്കി ചേർത്തിരുന്നുവോ, ബന്ധിപ്പിച്ചിരുന്നോ, അതിനനുസരിച്ച് അവരുടെ യാത്രയ്ക്ക് കൂടുതലും കുറവും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ യാത്രയെല്ലാം ടൈം ട്രാവലിംഗ് 14-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇന്ന് ആധുനിക സാങ്കേതിക ശാസ്ത്ര സമൂഹങ്ങളുടെ ഏറ്റവും വലിയ ചിന്താ വിഷയം ടൈം ട്രാവലിംഗ് എങ്ങനെ എപ്പോൾ സാധ്യമാക്കാമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനങ്ങനെ പോയി എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, പല വാതിലുകളും കടന്ന് അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കടന്നുപോയി. അവസാനം അള്ളാഹുവിനെ സന്ധിച്ച് അള്ളാഹു ഈ ലോകത്ത് ജീവിക്കുന്ന അവൻ്റെ ഇബാദുകൾക്ക് ആത്മാവും മനസ്സും നൽകി ആകാശത്തേക്ക് മാടി വിളിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുമായി ബന്ധിക്കാൻ ആവശ്യമായ ഒരു വലിയ ഗിഫ്റ്റും കൊടുത്താൽ വിട്ട ഇതിൻ്റെ പേരാ നിസ്കാരം. ആ സാധനമാണ് നിസ്കാരം. നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ നിസ്കാരം എന്താന്ന്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സർസൈസ് ആയതുകൊണ്ട് നിസ്കരിക്കുന്നത് നല്ലതാന്ന് ചില ആളുകൾ, തൊഴിലും പണിയില്ലാത്തവർക്ക് നിസ്കരിക്കുന്നത് നല്ലതാന്ന്. നിന്റെ ആത്മാവിനെ ആകാശ സീമകളിലേക്ക് കൈപിടിച്ചുയർത്താൻ അള്ളാഹു അവിടേക്ക് നിന്റെ നേതാവിനെ മുഹമ്മദ് മുസ്തഫയെ വിളിച്ച് അവിടെ വെച്ച് കൈമാറിക്കൊടുത്ത ആകാശവും നമ്മയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്ന അത്ഭുതകരമായ പരിപാടിയുടെ പേരാണ് നമസ്കാരം. ശരിയായി നിസ്കരിച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈനീട്ടുന്ന ഒരടിമയുടെ ആവശ്യം ആകാശം ഇടപെട്ട് പരിഹരിക്കുമെന്ന്. അങ്ങനെയല്ലേ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞേ? അങ്ങനെയല്ലേ നന്നായി നിസ്കരിച്ച അത്തരം അനുഭവങ്ങൾ കുറച്ചെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? 2 റക്അത്ത് നേരെ ചൊവ്വിന് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചിട്ട് അല്ലാഹുവേ എന്ന് രാത്രിയിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ട് സാധ്യതകളെല്ലാം പോയി കിടക്കുന്നിടത്ത് അവൻ്റെ പ്രശ്നത്തിൽ അള്ളാഹ് ഇടപെട്ടില്ല എന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ മുസ്ലിമാണോ എന്ന് ഞാൻ സംശയം പറയും. 2 റക്അത്ത് മതി. ഇവിടെ എന്താ സംഭവിച്ചത്? അവസാനം മൂസ നബി അലൈഹി സ്വലാത്ത് അവിടെ ചെന്നിട്ട് അള്ളാഹു നമസ്കാരം കൊടുത്തു. ആ കഥയെല്ലാം നീണ്ട ഹദീത്താണ്, ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ തുമ്മ ഫുരിളത്ത് അലയ്യ സ്വലാത്തു 50 വഖത്ത് ഫറജഅതു, ഞാൻ മടങ്ങി. ഫമറർതു അലാ മൂസ, മൂസയുടെ അടുത്തൂടെയാ വന്നത് അലൈഹിസ്സലാം. ഫഖാല ബിമാ ഉമിർത, എന്താണ് കൽപ്പിക്കപ്പെട്ടത്? ഉമിർതു ബി 50 സലാ കുല്ലയും, 50 വഖത്ത് നിസ്കാരത്തിൻ്റെ കൽപ്പനയുണ്ട്. എനിക്ക് എൻ്റെ അള്ളാഹുമായി ബന്ധപ്പെടാൻ പറ്റുന്ന 50 അവസരങ്ങൾ എനിക്ക് തന്നിരിക്കുന്നുവെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഖുൽതു ഉമിർതു ബി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സലാത്തൻ കുല്ലയും, നബിയെ അങ്ങയുടെ സമുദായത്തിന് 50 വഖത്തൊന്നും നിസ്കരിക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് പറഞ്ഞു. വഇന്നി വല്ലാഹി ഖദ് ജറബ്തു الناس ഖബലക, ഇതിനു മുമ്പ് ഒരു ജനതയെ പരീക്ഷിച്ചറിഞ്ഞവനാണ് ഞാൻ, അതുകൊണ്ട് മടങ്ങുക. വആലജതു ഇസ്രാഈൽ അഷദ്ദൽ മുആലജ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. 1 പോയി, 2 പോയി, 3 പോയി, 9 പോയി, അവസാനം 10മായി മടങ്ങി വരികയാണ് റസൂലുള്ളാഹി.
അപ്പോഴും പറഞ്ഞു ഇനിയും പോകണമെന്ന്. അവസാനം പോയി 5 തിരിച്ചെത്തിയപ്പോഴും പറഞ്ഞു മടങ്ങൂ, ഈ സമുദായം ഇത്രയും താങ്ങാൻ കെൽപ്പുള്ളവരല്ലെന്ന് മൂസ നബി. ഇനി എനിക്ക് ലജ്ജയാണ്, എൻ്റെ അള്ളാഹു എൻ്റെ സമ്മാനം തിരിച്ചു കൊടുക്കാൻ ഈ 5 പോലുമില്ലാതെ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ആ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ വാർഷികമാണ് ഈ റജബ് 27-ന്. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി പ്രശ്നപരിഹാരം ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമും ഈ റജബിനെ, അതിൻ്റെ 27-ന് ഈ നമസ്കാരത്തിൻ്റെ വാർഷികത്തെ ഓർമ്മയിൽ വെച്ചോളൂ എന്ന് മാത്രം ഒരു സന്ദേശമേ ഈ സമയത്ത് എനിക്ക് തരാനുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഉമ്മത്തിൻ്റെ ആയുധം. ആ ഹദീസുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ധാരാളം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ. ഒരു മനുഷ്യൻ കാഫിറാകുന്നതിൻ്റെയും മുസ്ലിമായിരിക്കുന്നതിൻ്റെയും ഇടയിൽ നിസ്കാരം ഉപേക്ഷിക്കലല്ലാതെ വേറൊന്നുമില്ല. കുഫറാണ് നമസ്കാരം ഉപേക്ഷിക്കൽ. എന്തിന് നിസ്കരിക്കാതെ മുസ്ലിമാണെന്നും പറഞ്ഞ് ആഖിറം സ്വപ്നം കണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ നമസ്കരിക്കാതെ ആരും ഇരുന്നേക്കരുതേ. വരുന്ന റമളാൻ നമുക്ക് ഒരു മഹാദുരന്തമായി പരിണമിക്കാതിരിക്കണമെങ്കിൽ ഈ നമസ്കാരത്തിൻ്റെ കുറവുകൾ തീർത്തുകൊണ്ട് റജബിൽ നമുക്ക് മുന്നോട്ട് പോവുക. നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി നമ്മൾ ഉയർത്തിപ്പിടിക്കുക. കാരണം എന്താ? നമസ്കാരത്തെക്കുറിച്ച് ഏറ്റവും നല്ല അമലേതാ? റസൂലുള്ളാഹി പറഞ്ഞോട് ചോദിച്ചു, അസ്സലാത്തു ലിവഖ്തിഹാ. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക, ഖളാഅക്ക് നിർവഹിക്കലല്ല. അസറിൻ്റെ നേരമാകുമ്പോൾ ഓടി വന്നിട്ട് ലഹറും കൂടെ നിസ്കരിക്കലല്ല. ഒറിജിനൽ ടൈം എപ്പോഴാണ് അപ്പോൾ ആ നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ഒരു നല്ല കർമ്മവുമില്ല എന്ന് പറഞ്ഞാൽ അള്ളയെ ഇടപിടിക്കാൻ, അള്ളയുടെ ഇഷ്ടം നേടാൻ സമയത്ത് ബാങ്ക് വിളിച്ചാൽ അപ്പോൾ ജമാഅത്തായി അപ്പോൾ നിസ്കരിക്കുന്ന. പിന്നെ സുമ്മ അയ്യുൻ, പിന്നെ ഏതാ? ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് പിറകെയാ. അതെത്ര വലുതാണെന്നറിയോ? അത് പക്ഷേ അതിൻ്റെ പുറകെയാ. സുമ്മ അയ്യുൻ, പിന്നെ ഏതാ? അൽ ജിഹാദു ഫീ സബീലില്ലാ. അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ ജിഹാദ് ചെയ്യുന്നത് പോലും നമസ്കാരം അതിൻ്റെ ശരിയായ സമയത്ത് നിർവഹിക്കുന്നതിന് പകരമല്ലാത്ത ഒരു നിസ്കാരത്തെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. അതിനെ വലിച്ചെറിഞ്ഞിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് നാം നിലവിളിക്കുകയാണെങ്കിൽ അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ, 5 നേരത്തെ നിസ്കാരവും ഒരു ജുമഅ മറ്റൊരു ജുമഅ വരേക്കും, വ റമളാനു ഇലാ റമളാൻ. നോക്കൂ, ലിങ്ക് കണ്ടോ? ഓരോന്നോരോന്ന് എന്തിനു വെച്ച് തന്നേക്കുന്നു? ഒരു റമളാൻ അടുത്ത റമളാൻ വരേക്കും. മുക്കഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തനിബത്തിൽ കബായിറു. അവയ്ക്കിടയിൽ വന്ന പാപങ്ങളെല്ലാം പുറത്തവൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹുവും ആകാശവുമായുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ ലിങ്ക് പൊട്ടിപ്പോകാതിരിക്കാനും തന്നേക്കുന്നതാ. വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഇക്കാര്യങ്ങൾ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈ സമയത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് റജബ് ചെറുതല്ലട്ടോ. റജബിലെ ബാധ്യതകൾ ഈ സമയത്ത് മിഅ്റാജ് നടന്ന രാത്രിയാണ്, മഹത്വമാണ്. നമസ്കാരം ഫർളാക്കിയ വാർഷികമാണ്. നമസ്കാരത്തിൽ എവിടെങ്കിലും വിള്ളലുണ്ടെങ്കിൽ തീർത്ത് വേണം റജബ് കടന്നു പോകാൻ, ഷഅബാൻ കടന്നു പോകാൻ, റമളാനിലെത്താൻ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം. എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ലനബ്ലുവന്നക്കും ബിശൈ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ഒരുപാട് പീഡന വാർത്തകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും വല്ലദീന അശ്റകൂ അദൻ കസീറാ. വേദക്കാർ, ക്രിസ്ത്യാനികൾ, ജൂതന്മാരിൽ നിന്ന്, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് അദൻ കസീറ, പീഡനത്തിൻ്റെ വാർത്തകൾ നിങ്ങൾ നിരന്തരം ലതസ്മഉന്ന, കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും വാർത്താമാധ്യമങ്ങളിലൂടെ. അന്ന് ആ പ്രയാസങ്ങൾക്ക് പരിഹാരമാകാൻ വല ഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ക്ഷമയും തഖ്വയും കൊണ്ടാണ് നിങ്ങളതിന് പരിഹാരം കാണേണ്ടത്. രാഷ്ട്രീയക്കാരൻ്റെ കാല് പിടിച്ചല്ല, പണക്കാരൻ്റെ പിറകെ പരതി നടന്നല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ക്ഷമയും തഖ്വയും. മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഗ്യാൻവാപ്പി, ബാബരി മസ്ജിദിൻ്റെ അതേ വഴിയെ ഗ്യാൻവാപ്പി സഞ്ചരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, മദരയ്ക്ക് തുടക്കമിട്ടത് കാണുന്നുണ്ടല്ലോ. ഒരു ഡൽഹിയിലൊരു പള്ളി 450 വർഷമായി ആരാധിച്ചിരുന്ന പള്ളിയിൽ ദറസ് 30ഓളം വിദ്യാർത്ഥികൾ ദറസ് നടത്തിയിരുന്നത് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. അവരെ ആട്ടി ഓടിച്ചിട്ട് ഇടിച്ച് നിരത്തിയത് കണ്ടല്ലോ. അതിങ്ങനെ ചിലരൊക്കെ പറഞ്ഞല്ലോ, ബാബരി മസ്ജിദ് ഒരു സംഭവമാണ്, അതങ്ങ് പുറത്താൽ എല്ലാം തീരുമെന്ന്. അത് പുറത്തപ്പോൾ തീരുകയാണോ? പ്രതിസന്ധികൾ ഉരുണ്ടുരുണ്ടു കൂടുമ്പോൾ
നമ്മുടെ മോചനത്തിന് NRCയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഏക സിവിൽ കോഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീയും നിൻ്റെ അള്ളയുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിൻ്റെ അള്ളയോടുള്ള ബന്ധത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങോട്ട് മടങ്ങണം? പടച്ചവൻ്റെ ബന്ധത്തിലേക്ക് മടങ്ങാൻ ഈ സമയത്ത് ഉപയോഗിക്കുക. റമദാൻ അതിന് അവസരമാകട്ടെ. റജബിൽ തുടങ്ങാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. റജബിൽ വിത്തിട്ട് ഷഅബാനിൽ വെള്ളമൊഴിച്ച് റമദാനിൽ വിളവെടുപ്പ് നടത്തേണ്ടുന്ന ഒരു കർമ്മങ്ങളുടെ മഹോത്സവത്തിലേക്ക് അള്ളാഹു സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെട്ട മാനവരാശിയെ മാടി വിളിക്കുകയാണ്. അള്ളാഹു അതിൽ ഉൾപ്പെടാൻ, ആഘോഷപൂർവ്വം അതിൻ്റെ പങ്കുചേരാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.